ഓരോ ജാനുവരിയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ തെറ്റ് ആവർത്തിക്കാറുണ്ട്. വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ തീരുമാനങ്ങളൊക്കെ പാളിപ്പോകാൻ കാരണമാകുന്ന ഒരു നിശ്ശബ്ദമായ തെറ്റ്. പക്ഷേ വിഷമിക്കണ്ട, ഇതിനൊരു പരിഹാരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സിമ്പിൾ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ശരിക്കും വിജയിക്കുന്ന ആളുകളുടെ രഹസ്യം എന്താണെന്നറിയോ? അവർ വെറും ഇൻസ്പിറേഷനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, മറിച്ചൊരു കൃത്യമായ സ്ട്രക്ചറിനെയാണ്. കാരണം ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് വരും പോകും, പക്ഷെ നല്ലൊരു ഘടനയുണ്ടെങ്കിൽ അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ. ഡാനിയൽ പിങ്കിന്റെ ഈ വാക്കുകൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഒന്നാണ്. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന മുഴുവൻ സിസ്റ്റത്തിന്റെ അടിത്തറ. ചുരുക്കി പറഞ്ഞാൽ, പ്രചോദനം വരാൻ വേണ്ടി കാത്തിരിക്കരുത്, പകരം വിജയത്തിനായി ഒരു ചട്ടക്കൂട് സ്വയം നിർമ്മിക്കുക. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ ഏറ്റവും മികച്ച വർഷം ഡിസൈൻ ചെയ്യാൻ 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് എന്തു വേണം എന്നതിനെപ്പറ്റിയൊരു പൂർണ്ണമായ വ്യക്തത നേടുക. രണ്ടാമത് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ദൈനംദിന സിസ്റ്റംസ് ഉണ്ടാക്കുക. മൂന്നാമത് നമ്മുടെ മോട്ടിവേഷൻ ഇടയ്ക്ക് വെച്ചു പോകാതെ നോക്കുക. നാലാമതായി നമ്മുടെ ബന്ധങ്ങളും ഊർജവും പുതുക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർണ്ണമായ വ്യക്തത നേടുക. പ്ലാനിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഈ വർഷം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. നല്ലൊരു കെട്ടിടം പണിയുന്നതിന് മുൻപ് ഉറപ്പുള്ള ഒരു അടിത്തറ ഇടുന്നതുപോലെയാണിത്. നമുക്ക് റിഗ്രറ്റ് റിവ്യൂ വെച്ച് തുടങ്ങാം. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഖേദം എന്താണെന്നൊന്നാലോചിക്കൂ. അതിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചതെന്ന് എഴുതി വയ്ക്കുക. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ടോ ആ ഖേദത്തെ അങ്ങ് കളയാ, പക്ഷേ ആ പാഠം മാത്രം മുറുകെ പിടിക്കുക. കണ്ടില്ലേ, ഒരു നെഗറ്റീവ് കാര്യത്തെ നമ്മൾ മുന്നോട്ടുള്ള വഴികാട്ടിയാക്കി മാറ്റി. പോസ്റ്റ്മോർട്ടം എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അല്ലേ? ഒരു കാര്യം പരാജയപ്പെട്ടതിനു ശേഷം അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നത്. എന്നാൽ പ്രീമോർട്ടം അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത്, നിങ്ങളുടെ ഒരു ലക്ഷ്യം ഭാവിയിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ മുൻകൂട്ടി സങ്കൽപ്പിക്കുന്നു. എന്നിട്ട് ആ പരാജയത്തിലേക്ക് നയിച്ചേക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാവാമെന്ന് പുറകോട്ട് ചിന്തിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സങ്കൽപ്പിക്കുക, ഇത് 2026 ഡിസംബർ 31. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നടന്നില്ല. എന്തായിരിക്കും തെറ്റുപറ്റിയത്? ഒരു നിമിഷം ആലോചിക്കൂ. ഒരുപക്ഷേ നിങ്ങൾ പ്രധാന കാര്യങ്ങൾ കാലണ്ടറിൽ മാർക്ക് ചെയ്യാൻ മറന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാൻ ആരുമില്ലാതിരുന്നിട്ടാവാം. ഇങ്ങനെ പരാജയ കാരണങ്ങൾ മുൻകൂട്ടി കണ്ടാൽ അവയെ നമുക്ക് തുടക്കത്തിലേ ഒഴിവാക്കാം. ഈ വർഷത്തേക്കുള്ള നിങ്ങളുടെ തീമായി ഒരൊറ്റ വാക്ക് തിരഞ്ഞെടുക്കുക. ഒരു വാക്യമോ ഖണ്ഡികയോ അല്ല, ഒറ്റ വാക്ക്. ഉദാഹരണത്തിന്, ലളിതമാക്കുക, ബന്ധിപ്പിക്കുക, നിർമ്മിക്കുക, അല്ലെങ്കിൽ പൂർത്തിയാക്കുക എന്നിങ്ങനെ ഏതെങ്കിലും ഒന്ന്. ഈ വാക്ക് ഒരു കോമ്പസ് പോലെയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വഴിതെറ്റുന്നു എന്ന് തോന്നുമ്പോൾ ഈ വാക്കിലേക്ക് തിരികെ വരിക. അത് നിങ്ങളെ ശരിയായ ദിശ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ നമുക്ക് വ്യക്തത കിട്ടി. ഇനി എന്ത് വേണം? ആക്ഷൻ എടുക്കാനുള്ള സിസ്റ്റംസ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന, പുരോഗതിയെ ഓട്ടോമാറ്റിക് ആക്കുന്ന ദൈനംദിന ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ദിവസത്തിലെ ആദ്യത്തെ ഒരു മണിക്കൂർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്നോ? ലണ്ടൻ സർവകലാശാലയിലെ ഒരു പഠനം പറയുന്നത്, രാവിലെ എഴുന്നേറ്റ ഉടനെ പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നത്, അതായത് മൾട്ടി ടാസ്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഐക്യുവിൽ നിന്ന് 10 പോയിന്റ് കുറയ്ക്കുന്നതിന് തുല്യമാണെന്നാണ്. അത് വലിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് ആ ആദ്യത്തെ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇനി ദിവസത്തിൽ പിന്നീട് വരുന്ന ചെറിയ ചെറിയ ജോലികളോ? അതിനൊരു കിടിലൻ ട്രിക്കുണ്ട്. അതാണ് 2-minute റൂൾ. ഒരു പുതിയ ടാസ്ക് വരുമ്പോൾ സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കുക: ഈ ജോലി ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ മതിയോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, തന്നെ അത് ചെയ്യുക. അതിനെപ്പറ്റി പിന്നെ ആലോചിക്കുകയോ ലിസ്റ്റിൽ എഴുതിവയ്ക്കുകയോ വേണ്ട. ഇത് നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത ഭാരം കുറയ്ക്കാനും വലിയ ജോലികൾക്കായി മാനസിക ഊർജം ലാഭിക്കാനും സഹായിക്കും. ഈ ഒരൊറ്റ ശീലം മതി നിങ്ങളുടെ ദിവസങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ. വലിയ ഷെഫുമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രഞ്ച് ടെക്നീക്കുണ്ട്, മീസ് ഓൺ പ്ലാസ് എന്ന് പറയും. അതിന്റെ അർത്ഥം എല്ലാം അതിന്റെ സ്ഥാനത്ത് എന്നാണ്. അതായത് മുൻകൂട്ടി തയ്യാറെടുക്കുക. രാവിലെ വർക്കൗട്ട് ചെയ്യാനാണോ പ്ലാൻ? എങ്കിൽ തലേന്ന് രാത്രി തന്നെ അതിനുള്ള ഡ്രസ്സ് എടുത്തുവെക്കുക. രാവിലെ എഴുതാനാണോ ഉദ്ദേശിക്കുന്നത്? ഡെസ്ക് വൃത്തിയാക്കി ലാപ്ടോപ്പിൽ ഡോക്യുമെന്റ് തുറന്നുവെക്കുക. ഈ ചെറിയ തയ്യാറെടുപ്പുകൾ നിങ്ങളെ വിജയസാധ്യത ഒരുപാട് വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു അടിത്തറയുണ്ട്, ദിവസവും ചെയ്യാനൊരു സിസ്റ്റവും ഉണ്ട്. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ മോട്ടിവേഷൻ പോയാലോ?
തുടക്കത്തിലെ ആവേശം കുറയുമ്പോൾ നിങ്ങളുടെ പരിശ്രമം നിലനിർത്താൻ സഹായിക്കുന്ന ചില സൈക്കോളജിക്കൽ ട്രിക്കുകളാണ് നമ്മൾ മൂന്നാം ഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ 85% റൂളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും വേഗത്തിൽ വളരുന്നത് കാര്യങ്ങൾ വളരെ എളുപ്പമാകുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര പാടാവുമ്പോഴോ അല്ല, മറിച്ച് ഏകദേശം 85% വിജയിക്കാൻ സാധ്യതയുള്ള ടാസ്കുകൾ ചെയ്യുമ്പോഴാണ്. അതായത് ചെറിയൊരു വെല്ലുവിളി വേണം, പക്ഷെ അത് നമ്മളെക്കൊണ്ട് പറ്റാത്തതാവാനും പാടില്ല. ഇതാണ് വളർച്ചയുടെ സ്വീറ്റ് സ്പോട്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴോ വളരാൻ ശ്രമിക്കുമ്പോഴോ ഒരസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികമാണ്. അടുത്ത തവണ നിങ്ങൾക്കൊരു കാര്യം ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ സ്വയം ഇങ്ങനെ പറയുക, ഇത് പരാജയമല്ല, ഇതാണ് പഠനത്തിന്റെ ഫീൽ. ആ ഒരു അസ്വസ്ഥതയുടെ അർത്ഥം നിങ്ങളുടെ ബ്രെയിൻ പുതിയ വഴികൾ കണ്ടെത്തുന്നു, നിങ്ങൾ വളരുന്നു എന്നാണ്. നമ്മുടെ ഇച്ഛാശക്തിയേക്കാൾ എത്രയോ പവർഫുള്ളാണ് നമ്മുടെ ചുറ്റുപാട്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ നമുക്കുവേണ്ടി പണിയെടുപ്പിക്കാം. ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാൻ അതിലേക്കുള്ള വഴി ബുദ്ധിമുട്ടാക്കുക. ഉദാഹരണത്തിന്, രാത്രി ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് കുറയ്ക്കാനാണെങ്കിൽ ഫോൺ വേറെ റൂമിൽ ചാർജ് ചെയ്യാൻ വെക്കുക. നല്ല ശീലങ്ങൾ വളർത്താനാണെങ്കിലോ അതിലേക്കുള്ള വഴി എളുപ്പമാക്കുക. കൂടുതൽ പഴങ്ങൾ കഴിക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ കാണുന്ന സ്ഥലത്ത് വെച്ചുക. ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് ഒരൊറ്റ മിനിറ്റ്, വെറും 60 സെക്കൻഡ്, ആ ദിവസം നിങ്ങൾ നേടിയ 3 ചെറിയ വിജയങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ ഒന്ന് എഴുതിവെക്കുക. അതെത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഇതിനെ പ്രോഗ്രസ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ചെറിയ വിജയങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകും. അതൊരു പോസിറ്റീവ് സൈക്കിൾ പോലെ പ്രവർത്തിക്കും. അവസാനമായി, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. തളർച്ച ഒഴിവാക്കാനും ഉയർന്ന പ്രകടനം നിലനിർത്താനും നമ്മുടെ ബന്ധങ്ങൾക്കും വിശ്രമത്തിനും വലിയൊരു പങ്കുണ്ട്. അതാണ് നമ്മുടെ 4ാമത്തെയും അവസാനത്തെയും ഭാഗം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 തരം ആളുകൾ ഉണ്ടോ എന്ന് നോക്കൂ. 1. ദ ചാലഞ്ചർ, നിങ്ങളോട് കൈപ്പുള്ള സത്യങ്ങൾ തുറന്നു പറയുന്നയാൾ. 2. ദ ചിയർ ലീഡർ, എന്തുവന്നാലും നിങ്ങളിൽ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ആർപ്പു വിളിക്കുന്നയാൾ. 3. ദ കോച്ച്, നിങ്ങൾ പോകുന്ന വഴിയിലൂടെ മുൻപേ പോയി പരിചയമുള്ള, നിങ്ങളെ ഉപദേശിക്കാൻ കഴിയുന്നയാൾ. ഈ മൂവർ സംഘം നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ടല്ലേ? എന്നാൽ ഒരു ടു ഡോണ്ട് ലിസ്റ്റിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ്. ഓരോ 3 മാസം കൂടുമ്പോഴും സ്വയം ചോദിക്കുക, എന്റെ സമയത്തിന് വില കൽപ്പിക്കാത്ത എന്ത് കാര്യമാണ് ഞാൻ ചെയ്യുന്നത്? അങ്ങനെയുള്ളൊരു കാര്യം ഒഴിവാക്കുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും ഊർജവും നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ്, ഒരു നല്ല വർഷമെന്നത് വെറുതെ കാത്തിരുന്ന് കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ ഓരോരുത്തരും സ്വയം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അസാധാരണമായൊരു വർഷം രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്ന തെളിയിക്കപ്പെട്ട ഒരുപാട് തന്ത്രങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്, അത് നടക്കില്ല. പകരം ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഉടൻ തന്നെ തുടങ്ങാൻ പോകുന്ന 2ഓ 3ഓ കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിഷ്ക്രിയമായി കേൾക്കുന്നതിൽ നിന്ന് സജീവമായ പ്ലാൻ ചെയ്യാനുള്ള സമയമാണിത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ പോകുന്നത്.